സാമക്കുളത്തിൽ വരാൽ പിടുത്തം ഡേ 3 ആയിരിക്കുകയാണ്. 2 ദിവസമായിട്ട് നമുക്ക് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നലെ പിന്നെ 2 കരിപ്പിടി കിട്ടി, അത് കാര്യമൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഇന്നും വരാലാണ് പിടിക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മളില്ലേ വേറൊരു ഫ്രോഗ് ലൂർ യൂസ് ചെയ്തിട്ടാണ് പിടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാരണം എൻ്റെ ഫ്രോഗില്ലേ അതൊരു ട്രിപ്പ് വേണ്ടി പോയിരിക്കണം. അത് നാളെ എന്താ പറ്റിയെന്ന് ഞാൻ നാളെ ഷോർട്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും നല്ലപോലെ കുറേ ടൈം എടുത്ത് കാസ്റ്റ് ചെയ്തിട്ടായിരിക്കും വരാൽ പിടിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാലും ഗൈസ് എൻ്റെ ഫ്രോഗിൽ മാത്രം എന്തുകൊണ്ട് ഈ വരാൽ കിട്ടാത്തത്? ഞാൻ അത്യാവശ്യം കമൻറ്റ് ബോക്സിൽ വരുന്ന എല്ലാ പോലെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാലും എന്നെ കൊണ്ട് നടക്കുന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ നടത്തിയിരിക്കും, അതാണ് നമ്മൾ എന്തായാലും പിടിക്കും ഗൈസ്, അത് ഉറപ്പാണ്. പക്ഷെ എത്ര ദിവസം എടുക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ പിടിക്കും ഗൈസ്. നമ്മുടെ ആമക്കുളം ഇവിടെ അടുത്താണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 2 മിനിറ്റിൽ വേഗം നടന്നു പോകും. നമ്മുടെ ആ കിണറുണ്ടല്ലോ 10-60 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്പോട്ടായിരുന്നു. ഈ ഫ്രോഗാണ് കേട്ടോ യൂസ് ചെയ്യുമ്പോൾ. ഇതിൽ വാലൊക്കെ ഉണ്ടായിരുന്നു 2 വശത്തും, ഞാൻ അതിനൊക്കെ കട്ട് ചെയ്ത് ഇപ്പം ഇങ്ങനെയാക്കി ഇതിൽ തറവാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നാണ് കേട്ടോ. നമ്മൾക്കിനി ഇതിൽ കാസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്, ചിലപ്പോൾ ഇതിലിനി കിട്ടിയാലോ. അതെന്തൊരു സാധനം? തവളയാ? അമ്മ അത്ര ദൂരെ പോയി. അവൻ തീറ്റ തിന്നാൻ വേണ്ടി വന്നതാ എന്ന് തോന്നുന്നു. അവൻ മുങ്ങിപ്പോയി ഗൈസ്. ഗൈസ് ആ മുളൻ്റെ അടിയിൽ ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അവിടെ മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾക്ക് അത്ര അങ്ങോട്ട് കാസ്റ്റ് ചെയ്യാനൊന്നും അറിയില്ല ഗൈസ്. നമ്മൾക്ക് നോക്കാട്ടോ. ഇനി എൻ്റെ പ്രയത്നം അതിൻ്റെ ഉള്ളിലേക്ക് കാസ്റ്റ് ചെയ്യലാണ്. അയ്യോ ഗൈസ്, നമ്മുടെ തവളിനില്ലേ ചെറിയ മീനുകൾ വന്ന് നോക്കിയിട്ട് പോയിട്ടാ, അതും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എന്തായാലും വലിയ വരാലും ഇതിൻ്റെ ബാക്കിൽ വരും കേട്ടോ, അങ്ങനെ വിചാരിക്കാം. ഫ്രോഗിൻ്റെ ബാക്കിൽ അയ്യോ, പക്ഷെ സ്ട്രൈക്ക് കിട്ടി ഗായ്സ്. ഫസ്റ്റ് സ്ട്രൈക്ക് പഠിച്ചോനെ ഗായ്സ്. ശരിക്കും ഞാൻ സ്വപ്നം കണ്ടതാണോ? എന്തൊട്ട് സംഭവിച്ചേ? അവിടുന്ന് ഒരു സ്ട്രൈക്ക് കിട്ടി, അവിടെ തന്നെ അവിടുന്ന്. അയ്യോ, സൗണ്ട് കേട്ടില്ലേ? ശരിക്കും എൻ്റെ പഠിച്ചോനെ, ഞാൻ സ്വപ്നമല്ലല്ലോ അല്ലേ കാണണത്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, എന്നാലും ചേടാ ഇപ്പം അടിക്കണില്ല. ഞാൻ ആ സമയത്ത് എന്താണോ ചെയ്യേണ്ടത്? അടിച്ച സമയത്ത് ദേ അവിടെ ഒരു താമര, അല്ല താമരയല്ല, ആമ. ഗൈസ്, നമ്മുടെ ഫ്രോഗില്ലേ അത് ആ മുളയിൽ കുടുങ്ങി. ഞാൻ പിടിച്ച് വലിച്ചപ്പോൾ നൂല് മാത്രമായിട്ട് വന്നതേ കണ്ടോ. എന്ത് ചെയ്യാനാ നോക്കണേ. ദിവസം ഓരോ വള്ളിക്കെട്ട് കേസിൽ ഞാൻ പോയി കുടുങ്ങും. ഇതിപ്പോൾ ഒരു ഫ്രോഗും കൂടി പോയി കിട്ടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ പോയാൽ ഞാൻ ഇവിടെ അടുത്തുള്ള ചൂണ്ട ഷോപ്പിന് നല്ല വരുമാനം ഉണ്ടാക്കി കൊടുക്കും. ഇത് നോക്ക്. അപ്പോൾ ഇന്നത്തെ ചൂണ്ടൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗൈസ്.
ഗൈസ്, നമ്മുടെ ആമക്കുളത്തിലെ വരാൽ പിടുത്തം ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് വെച്ചാൽ നമ്മൾക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ കണ്ടല്ലോ, സ്ട്രൈക്ക് അടിച്ചു പോയ അയ്യോ, ആ നിമിഷം ഞാൻ ഇനിയിപ്പോ സ്വപ്നമായിരിക്കും എന്ന് വരെ തോന്നിപ്പോയി. കാരണം നമ്മുടെ കയ്യിൽ ഇതുവരെ സ്ട്രൈക്ക് പോലും വന്നിട്ടില്ല. ആ തവളനെ കണ്ടിട്ട് അതിന്റെ ബാക്കിൽ ഒരു വരാല് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ എനിക്കിപ്പോ ഒരു ചെറിയൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെ കൊണ്ടൊക്കെ ഇനിയിപ്പോ കാസ്റ്റ് ചെയ്തിട്ട് മീൻ പിടിക്കാൻ പറ്റിയാലോ. അപ്പോൾ എന്തായാലും അതിൽ മീനും ഉണ്ട്. നമ്മളുടെ ഫ്രോഗ് വലുതായത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല, ജസ്റ്റ് ആയി കടിച്ചു തോന്നണോ, എനിക്കത് പെട്ടെന്ന് ഓർമ്മില്ല. കാരണം ആ ഒരു എക്സൈറ്റ്മെന്റ് വന്നപ്പോൾ ഞാൻ ഫുള്ള് ബ്ലാങ്ക് ആയി പോയി. ഇനിയിപ്പോൾ മീൻ തന്നെയാണോ അടിച്ചത് എന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ട്. എന്തായാലും ഭയങ്കര സന്തോഷം, ജസ്റ്റ് ഒരു സ്ട്രൈക്കെങ്കിലും കിട്ടിയല്ലോ. പക്ഷെ ഈ മീൻ അടിക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഇനിയിപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ അടുത്ത ഫിഷിംഗ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.